തിരുസഭ 75. All glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നിങ്ങൾ ഓരോരുത്തരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനം യെസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 20-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുലിഖിതമാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകളെ പ്രലോഭിപ്പിക്കുന്ന മ്ലേച്ഛ വസ്തുക്കൾ നിങ്ങൾ ഓരോരുത്തരും ദൂരെ എറിഞ്ഞു കളയണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കണ്ണുകൾ പലപ്പോഴും നാം അറിഞ്ഞോ അറിയാതെയോ ചില പ്രലോഭിപ്പിക്കുന്ന വസ്തുക്കളുടെ പുറകെ പായുന്നത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല. ചിലപ്പോൾ കണ്ണ് ചില വസ്തുക്കളിൽ പതിയുന്നു, അതിനോടൊരു പ്രത്യേക ഒരു ആകർഷണം തോന്നുന്നു. ഇല്ലെങ്കിൽ ചില വ്യക്തികളിൽ കണ്ണ് പതിയുന്നു, ആ വ്യക്തികളോടൊരു ആകർഷണം തോന്നുന്നു. ഇല്ലെങ്കിൽ ചില വസ്തുക്കളിലേക്ക് നമ്മുടെ കണ്ണുകൾ പതിയുന്നു, അതിനോട് ആ ആകർഷണം തോന്നുന്നു. അങ്ങനെ കണ്ണിന് കൗതുകകരമായി തോന്നുന്ന ചില കാര്യങ്ങൾ, ചില വ്യക്തികളെ, ചില വസ്തുക്കളെ നമ്മൾ പിന്തുടർന്ന് കണ്ണിൻ്റെ പ്രലോഭനങ്ങളെ തൃപ്തിപ്പെടുത്തുവാനായി പരിശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ ആത്മാവിന് അത് വലിയ വിനയായി മാറാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ കണ്ണുകളെ പ്രലോഭിപ്പിക്കുന്ന മ്ലേച്ഛ വസ്തുക്കൾ നിങ്ങൾ ഓരോരുത്തരും ദൂരെ എറിഞ്ഞു കളയണം. ഓരോരുത്തരുടെയും കണ്ണ് വ്യത്യസ്ത വസ്തുക്കളാൽ പ്രലോഭിപ്പിക്കപ്പെടുന്നുണ്ട്. ഓരോരുത്തരുടെയും കണ്ണ് ചില വസ്തുക്കളിൽ പതിയുമ്പോൾ അതിലേക്ക് മനസ്സും പതിയുകയും പിന്നെ അതൊരു പാപ സാഹചര്യത്തിൽ എത്തപ്പെടുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കണ്ണിനെ എപ്പോഴും വിശുദ്ധമായി കാത്തുകൊള്ളണം എന്ന് വിശുദ്ധ ലിഖിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സുവിശേഷ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്ന, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്, കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കുമെന്ന്. ഇന്ന് പലപ്പോഴും കണ്ണിന് കൗതുകകരമായ ചില വെബ്സൈറ്റുകളിലേക്ക് അനേകർ കടന്നു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണിന് കൗതുകം നൽകുന്ന എന്നാൽ ആത്മാവിന് വിനയായി മാറാവുന്ന ചില പുസ്തകങ്ങളിലേക്ക്, ചില മീഡിയാസിലേക്ക്, അതുപോലൊപ്പം തന്നെ പല കാര്യങ്ങളിലേക്കും കണ്ണിനെ അശ്രദ്ധമായി വിട്ടുകൊണ്ട് അനേകർ പാപത്തിൻ്റെ കെട്ടുകളിൽ എത്തപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പലരും കണ്ണിൻ്റെ പ്രലോഭനങ്ങളെ തൃപ്തിപ്പെടുത്തുവാനായി ഓടിയത് കൊണ്ട് ചില പാപത്തിൻ്റെ കുരുക്കുകൾപ്പെട്ട് അതിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കാതെ വേദനിക്കുന്നുണ്ട്. ചില യുവജനങ്ങളുമൊക്കെയായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ്, കണ്ണിൻ്റെ ദുരാസക്തികളെ തൃപ്തിപ്പെടുത്താനായി പല സാഹചര്യങ്ങളും ഏറ്റെടുത്തതുകൊണ്ട് ഇന്നതൊരു അഡിക്ഷനായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് വിശുദ്ധ ലിഖിതം നമ്മെ വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്, കണ്ണുകളെ പ്രലോഭിപ്പിക്കുന്ന മ്ലേച്ഛ വസ്തുക്കൾ നിങ്ങൾ ഓരോരുത്തരും ദൂരെ എറിഞ്ഞു കളയണമെന്ന്. ഇല്ലെങ്കിൽ കണ്ണ് കുറ്റമറ്റതല്ലാതിരുന്നാൽ ശരീരത്തെ മുഴുവനും അത് ഇരുട്ടിലാഴ്ത്തും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. എൻ്റെ കണ്ണ് ഏതെങ്കിലും ആത്മാവിന് ഹാനികരമായ വസ്തുക്കളിലേക്കോ വ്യക്തികളിലേക്കോ പതിയുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്നെ പല പാപത്തിൻ്റെ സാഹചര്യങ്ങളിലേക്കും കൊണ്ടെത്തിക്കുന്നത് എൻ്റെ കണ്ണായതിനാൽ ഇന്ന് നമ്മൾ കണ്ണിനെ ഒന്ന് സൂക്ഷ്മമായി പരിശോധിക്കണം. കൂടെ കണ്ണിൻ്റെ പ്രലോഭനങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ ഏതെങ്കിലും പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ ചെന്ന് പെടുന്നുണ്ടോ എന്ന്. കണ്ണ് ചില പാപ സാഹചര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ മനസ്സതിൽ പതിയുന്നു, പിന്നെ ശരീരം മുഴുവനും അതിൽ പതിയുന്നു. ഇപ്രകാരം അവസാനം വലിയ തിന്മയ്ക്ക് നമ്മൾ അടിമപ്പെട്ടു പോകുന്നു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എന്നാൽ കണ്ണിനെ വിശുദ്ധമായി നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ശരീരം മുഴുവനും തിളങ്ങുമെന്നും വിശുദ്ധ നമ്മെ ഓർമ്മിപ്പിക്കുക.
അതുകൊണ്ട് ഈ കൊച്ചു വസ്തുവായ നമ്മുടെ കണ്ണിനെ വിശുദ്ധമായി സൂക്ഷിച്ചുകൊണ്ട് ഇത്രയും നാൾ ഈ കണ്ണ് നമ്മളെ പ്രലോഭനങ്ങളിലേക്ക് നയിച്ച, ഇല്ലെ കണ്ണിൻ്റെ ദുരാസക്തികളിലേക്ക് നയിച്ച വസ്തുക്കൾ, വ്യക്തികളൊക്കെ എടുത്ത് ദൂരെ എറിഞ്ഞു കളയണമെന്ന് വിശുദ്ധ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ആ വേദന നമ്മൾ ഏറ്റെടുക്കണം. എങ്കിൽ മാത്രമേ കണ്ണിനെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കണ്ണിനെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരം മുഴുവനും ഇരുണ്ടു പോകുമെന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ, കണ്ണിനെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ പ്രകാശിക്കും, മനസ്സ് പ്രകാശിക്കും. അങ്ങനെ നമ്മളൊരു പരിശുദ്ധാത്മ പ്രകാശം നിറയും. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണിനെ പ്രലോഭിപ്പിക്കുന്ന മ്ലേച്ഛ വസ്തുക്കളെ വ്യക്തിപരമായി ദൂരെ എറിഞ്ഞ് കണ്ണിനെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.